ആനിമൽ ഡൈവേഴ്സിറ്റി കോഡേറ്റ പാർട്ട് 2-ൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ടുന്ന പോർഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, നിർബന്ധമായിട്ടും അത് പഠിക്കുക. 2 മാർക്കിനൊക്കെ ഏത് ക്വസ്റ്റ്യനും വരാം, എങ്ങനെയാണെന്നുള്ളത് ഒക്കെ പറയാം. പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കണ്ടന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തെ പാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എയ്വ്സ് ആണ്. എയ്വ്സിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു PPT ഷെയർ ചെയ്യും. അപ്പം അത് വായിച്ച് നോക്കണം, നന്നായിട്ട് അത് പഠിക്കണം. ഇതിൽ ആർക്കിയോപ്റ്റെറിക്സിൻ്റെ കേസ് വരുമ്പോൾ നിർബന്ധമായിട്ടും 5 മാർക്കിന് ചിലപ്പം ചോദിക്കുന്നതാണ് ഡിസ്കവറി ആൻഡ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ആർക്കിയോപ്റ്റെറിക്സ് എന്നുള്ളത്. സെയിം സാധനം തന്നെ 2 മാർക്കിനും ചോദിക്കും, എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ആർക്കിയോപ്റ്റെറിക്സ്. ഇനി നിങ്ങളോട് ചിലപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കവർ ചെയ്യുന്നോ അല്ലെങ്കിൽ എവല്യൂഷണറി സിഗ്നിഫിക്കൻസോ ഒന്നോ ടേം ഉണ്ടാവില്ല. ജസ്റ്റ് ആർക്കിയോപ്റ്റെറിക്സ് എന്നുള്ളൊരു ടേം മാത്രമേ 2 മാർക്കിന് ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഓർഡർ മെൻഷൻ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസും മെൻഷൻ ചെയ്യണം 2 മാർക്കിനാണെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരികയാണെങ്കിൽ ഈ 5ാമത്തെ സ്ട്രുത്തിയോനിഫോംസ് എന്ന് പറയുന്ന ഓർഡറിൽ സ്ട്രുത്തിയോ അല്ലെങ്കിൽ ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ചോദ്യം വരുന്നതാണ് ഡെസേർട്ട് അഡാപ്റ്റേഷൻസ് ഓഫ് സ്ട്രുത്തിയോ എന്നുള്ളത്. ഡെസേർട്ട് അഡാപ്റ്റേഷൻ ഓഫ് സ്ട്രുത്തിയോ ഇത് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ സ്ട്രുത്തിയോ എന്ന് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഓർഡർ മെൻഷൻ ചെയ്യണം. അതിൻ്റെ കൂടെ ഡെസേർട്ട് അഡാപ്റ്റേഷൻസും എഴുതാം. ഇനി അതൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് സ്ട്രുത്തിയോ എന്ന് മാത്രമാണ് ഉള്ളതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ മെൻഷൻ ചെയ്ത് അതിൻ്റെ ഡെസേർട്ട് അഡാപ്റ്റേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്ക് 1 or 2 പറയാം, പക്ഷേ ഡെസേർട്ട് അഡാപ്റ്റേഷൻസ് പറഞ്ഞിരിക്കണം. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ദ ക്വസ്റ്റ്യൻ ഡസൻ കണ്ടെയ്ൻ എനി ടേം റിലേറ്റഡ് ടു ഡെസേർട്ട് അഡാപ്റ്റേഷൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കിയൊക്കെ എക്സാമ്പിൾസ് പോലെ വരുന്നതാണ്. ഓക്കെ, അതൊക്കെ ഞാൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. അടുത്തതാണ് ഓർഡർ സ്ഫെനിസിഫോമിസ് ഇംപെന്നെ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് ആപ്റ്റിനോഡൈറ്റസ് അല്ലെങ്കിൽ പെൻഗ്വിൻ എന്ന് പറയുന്നത്. പെൻഗ്വിൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായിട്ട് കാണില്ല, കോമൺ നെയിം സാധാരണയായിട്ട് കാണില്ല. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്ന പേരുകളായിരിക്കും വരിക. അതുകൊണ്ട് ആപ്റ്റിനോഡൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പേര് കണ്ടാൽ അത് പെൻഗ്വിൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ ഇപ്പോൾ കോൾഡ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ പോളാർ അഡാപ്റ്റേഷൻസ് എന്നുള്ള അർത്ഥത്തിൽ ചോദ്യം വരും, അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഓഫ് ആപ്റ്റിനോഡൈറ്റ്സ് എന്നുള്ളത് മാത്രം വരുന്നേക്കാം. ഇനി പോളാർ എന്നോ അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വെറുതെ ഒരു ടേമായിട്ട് ആപ്റ്റിനോഡൈറ്റ്സ് എന്നുള്ളത് വരാം. അപ്പം അപ്പോഴും നിങ്ങൾ അഡാപ്റ്റേഷൻസ് എഴുതണം പെൻഗ്വിൻ്റെ കേസിലുള്ളത്. ഓക്കെ, അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ എയ്വ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ 2 സംഗതികൾ. ഒന്ന് റീസെൻറ്റ് എക്സ്റ്റിങ്ഷൻസ് ആണ്. ഓക്കെ, സോ ഡിസ്ക്രൈബ് ദ റീസൺസ് ബിഹൈൻഡ് എക്സ്റ്റിങ്ഷൻ ഓഫ് പാസഞ്ചർ പിജിയൻ. ഡിസ്ക്രൈബ് ദ റീസൺസ് ബിഹൈൻഡ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ഡോഡോ അല്ലെങ്കിൽ പിങ്ക് ഹെഡഡ് ഡക്ക്, എലിഫൻറ്റ് ബേർഡ് എക്സെട്ര എന്നുള്ളത് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നുള്ള റീസൺ ഈ 1, 2, 3, 4 ബേർഡ്സിൻ്റെ കേസിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ചിലപ്പോൾ 2 മാർക്കിന് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ചിലപ്പം പറയും റൈറ്റ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് എനി 4 റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ബേർഡ്. ഓക്കെ, ഇനി അത് 5 മാർക്കിനേക്ക് വരുന്ന തരത്തിലേക്ക് ചോദിക്കും. ഈ പറയുന്ന അതേ ക്വസ്റ്റ്യൻ വിത്ത് അഡീഷണൽ കണ്ടന്റ് ആയിട്ട് ഡിസ്ക്രൈബ് ദ റീസൺ ബിഹൈൻഡ് ദിയർ എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് റീസൺ ബിഹൈൻഡ് ദിയർ എക്സ്റ്റിങ്ഷൻ. അങ്ങനെ 5 മാർക്കിന് അഡീഷണൽ ആയിട്ടും ചോദിക്കും. അപ്പോൾ ഇപ്പം റീസെൻ്റ് എക്സ്റ്റിങ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇൻഡിവിജ്വലി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, 2 മാർക്കിന് പഠിച്ചു വെക്കുക.
അപ്പം 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടാവും 5 മാർക്കിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂളായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടൻറ്റ് ഒരുപാടുണ്ടാവും. അപ്പം ഓരോന്നും 2 മാർക്കിന് പഠിച്ചു വെക്കുക. ആ 2 മാർക്കിന് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദ റീസൺ ബിഹൈൻഡ് എക്സ്റ്റിങ്ഷൻ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കോറിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ട് വേറെ എന്തെങ്കിലും സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡോഡോൻ്റെ കേസിൽ നമുക്കറിയാം ആ ഒരു ട്രീയും കൂടെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അപ്പം അത് വേണം. ഇനി റീഡിസ്കവറി ഓഫ് ജോർഡൻസ് കോഴ്സർ ഫോറസ്റ്റ് ഔലറ്റ്. ഓക്കെ, അപ്പം ഈ 2 എണ്ണം വരും. 2 മാർക്കിനാണ് സാധാരണയായിട്ട് ചോദിക്കുക. ചിലപ്പം ഇയാളുടെ പേര് മാത്രം തരും. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ പേര് മാത്രം തരും, അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം മാത്രം തരും. ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവുക. അപ്പം ഈ 2 പേരും വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് റീഡിസ്കവറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിരിക്കണം അതിനെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ 2 പേര് വന്നാലും ഇത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവുക. ക്ലിയർ ആണല്ലോ? റീഡിസ്കവറി ഓഫ് ജോർഡൻസ് കോഴ്സറും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഔലറ്റ്. ഇതാണ് ബേർഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് സ്റ്റഡി 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 കോളുംബ ലിവിയാണ്, 2 റാബിറ്റ് ആണ്. ഓക്കെ, ഈ 2 ടൈപ്പ് സ്റ്റഡിയും കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒന്നും വിട്ടുപോകരുത്. 2 ടൈപ്പ് സ്റ്റഡിയും കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു സിസ്റ്റവും വിടാൻ വേണ്ടിയിട്ട് പാടില്ല. കൃത്യമായിട്ടത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ബേർഡ്സിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, ബേർഡ്സിൻ്റെയും റാബിറ്റിൻ്റെയും കേസിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമാണ് ഹാർട്ട് സാധാരണയായിട്ട് ചോദിക്കാറ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടൈപ്പ് സ്റ്റഡിയിലുള്ള കമ്പോണൻറ്റ് ഒന്നും നിങ്ങൾ വിടരുത്. നിർബന്ധമായിട്ടും അത് പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം അത് വിടരുത്. റാബിറ്റിൻ്റെ കേസിലും കോളുംബ ലിവിയുടെ കേസിലും മറന്നു പോകരുത്. ടൈപ്പ് സ്റ്റഡി ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആക്കരുത്. കംപ്ലീറ്റ് ആയിരിക്കണം. 100% 2 ടൈപ്പ് സ്റ്റഡിയും പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്നായിരിക്കും എസ്എ ക്വസ്റ്റ്യനും 5 മാർക്കും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പാരറ്റീവ് അനാട്ടമി എന്ന് പറയുന്നത്. ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിന് ചിലപ്പം വരാം, 5 മാർക്കിന് വരാം, ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. കമ്പാരറ്റീവ് അനാട്ടമി എന്ന് പറയുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം അതിൻ്റെ മെറ്റീരിയലും ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സർക്കുലേറ്ററി, എക്സ്ക്രീറ്ററി ആൻഡ് നെർവസ് സിസ്റ്റം ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾ 100% പഠിക്കേണ്ട സംഗതി ഒന്നാമത് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. 2 ടൈപ്പ് സ്റ്റഡിയും 100% പഠിക്കണം. അടുത്തത് കമ്പാരിറ്റീവ് അനാട്ടമി 100% പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ആർക്കിയോപ്റ്ററിക്സിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. സ്ട്രിത്യുവൻ്റെ ഡെസേർട്ട് അഡാപ്റ്റേഷൻസ്, പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷൻസ്, പിന്നെ റീസെൻ്റ് എക്സ്റ്റിങ്ഷൻസ്, റീഡിസ്കവറി ഓഫ് ജോർഡൻസ് കോഴ്സർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിനുശേഷം എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് അതിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടാവും ബുക്കിൽ. ഓക്കെ, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം എക്സാമ്പിൾസ് നിങ്ങൾ ഓടിച്ചു വിടുമ്പോൾ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽഡ് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടാവും ആ എക്സാമ്പിൾസിൻ്റെ കേസിൽ. ആ ഏതാണോ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം ഓരോ എക്സാമ്പിളും നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ജനറൽ ഫീച്ചേഴ്സ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാറ്റഗറി അത്രയേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ കുറച്ച് PPT, അതുപോലെ തന്നെ PPT ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ, അതുപോലെ തന്നെ വേർഡ് ഫയലിലും ഒരു വേർഡ് കണ്ടൻറ്റും, ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഒന്നുകൂടെ അതും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ വരുന്നത് സാധാരണയായിട്ട് കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റഡ് കേസിൽ കാണാറില്ലാത്തതാണ്. കണ്ടൻറ്റ് ഉണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്.
ഓക്കെ, സെയിം കണ്ടന്റ് തന്നെ ഡിഫറെൻ്റ് ആംഗിളിലായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഈ കണ്ടന്റ് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൂടെ പറയാനുണ്ട്, അപ്പോൾ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ പറഞ്ഞ പ്രകാരം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വിത്തിൻ ഷോർട്ട് ടൈമാണ്, നിങ്ങൾക്ക് ഗ്യാപ്പില്ല, എക്സാമിൻ്റെ സമയത്ത് ഗ്യാപ്പില്ല. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക.